എല്ലാ കാലത്തും CPM നിലപാട് രാജ്യവിരുദ്ധമാണ്. ഇപ്പോൾ അത് തുടരുകയാണ്. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ 11 ഭീകരരുടെ വീടുകൾ കാശ്മീരിൽ തകർത്തിട്ടുണ്ടല്ലോ. അത് CPM ഒന്നാം വേദനിച്ചിരിക്കുകയാണ്. CPM MLA, കാശ്മീരിലെ ഏക തരിയായ MLA തരിഗാമി നിലവിളിക്കുകയാണ്. ഇങ്ങനെ തകർക്കാമോ ഭീകരവാദികളുടെ വീട്? അവരും പാവങ്ങളല്ലേ. കനൽ ഒരു തരി മതിയല്ലോ എന്നാണ് CPM അദ്ദേഹം ജയിച്ചപ്പോൾ പറഞ്ഞത്. ഞാനും വിചാരിച്ചത് ഈ യൂസുഫ് തരിഗാമി, മുഹമ്മദ് യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു മതേതരവാദിയാണ് എന്നാണ്. CPM സംസ്കാരം അത് മതേതരമാണല്ലോ അവർ ഘോഷിക്കുന്നത്. പ്രവർത്തിക്കുന്നത് ഇസ്ലാമിസമാണ് അല്ലെങ്കിൽ പ്രീണനമാണെങ്കിൽ പോലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ഇതുവരെ, ഈ നിമിഷം വരെ. പക്ഷേ ഇപ്പോൾ തിരിച്ചറിയുന്നു അദ്ദേഹം അങ്ങനെ ഒരു മതേതരവാദിയൊന്നുമല്ല. ഈ തരി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കനൽ തരിയാണ് ഇപ്പോൾ ബോധ്യം വരുന്നു. കാരണം രാഷ്ട്രമൊന്നാകെ ഒരു മുൾമുനയിൽ നിന്നുകൊണ്ട് ഈ ഭീകരവാദത്തിനും ഇസ്ലാമിക് ടെററിസത്തിനും, പലരും അത് ഇസ്ലാമിക് ടെററിസം എന്ന് പറയാൻ പേടിക്കുന്നു. ഇസ്ലാമിക് ടെററിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ടെററിസം അല്ല, ഇസ്ലാം മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ജിഹാദ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ടെററിസം തന്നെയാണ് അവിടെ നടന്നത്. അത് നമ്മൾ മറക്കേണ്ട കാര്യമൊന്നുമില്ല, മറയ്ക്കേണ്ട കാര്യമില്ല. അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നടന്നത് അവൻ്റെ ഒരു പൊടി പോലും ഈ രാജ്യത്ത് അവശേഷിപ്പിക്കരുതെന്ന് ഇന്ത്യയുടെ 140 കോടി ജനങ്ങളും ഒരേ മനസ്സോടുകൂടി പ്രതിജ്ഞ ചെയ്യുമ്പോൾ തരിഗാമി എന്ന് പറയുന്നത് തരികിട, ആ തരികിട എന്നുള്ള വാക്ക് ഇനിമേൽ അദ്ദേഹത്തിന് യോജിക്കൂ. ഈ തരികിട പറയുന്നു വീടുകൾ തകർക്കരുതെന്ന്. അച്യുതാനന്ദൻ്റെ ബുൾഡോസറുകൾ പണ്ട് മൂന്നാർ മലകളിലേക്ക് ഇടിച്ചു കയറി അനധികൃതമായി വെച്ച വീടുകൾ തകർത്തപ്പോൾ CPI എന്നതിനെ തടസ്സപ്പെടുത്തിയതുപോലെ തരിഗാമി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അല്ല, അവർക്ക് ഭീകരവാദികൾക്ക് ബന്ധുക്കളുണ്ട്. അത് മരിച്ച ആളുകൾക്കൊന്നും ബന്ധുക്കളില്ല, അവരൊക്കെ വെറും കച്ചടകൾ എന്നാണോ തരിഗാമി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇസ്ലാമിക് ടെററിസം എന്ന് പോലും അഡ്രസ്സ് ചെയ്യാൻ പഠിക്കുന്ന നിങ്ങൾ എന്തേ ഈ ബന്ധുക്കൾക്ക് വേണ്ടി വാദിക്കുന്നു? ഈ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ വാദിച്ചാൽ പോരെ, മതിയോ? അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തു വരുമ്പോൾ താമസിക്കാൻ ഒരു ഇടം വേണ്ടേ? ചെയ്തിട്ട് വരുമ്പോൾ ഇനി ബന്ധുക്കൾ വീണ്ടും അവർ മരിച്ചു പോയാലും ശരി, ഏറ്റുമുട്ടലിൽ ബന്ധുക്കൾ ഇനി സഹായിച്ചു കൊണ്ടിരിക്കണ്ടേ? ഏതെങ്കിലും ഒരു ബന്ധം വേണ്ടേ? ആ വഴിക്കുള്ള സഹായങ്ങൾ വേണ്ടേ? ഇനി ഇങ്ങനെ കലിമ ചൊല്ലാൻ അറിയാത്തവരെ ഇങ്ങനെ കൊല്ലുമ്പോൾ അത് ഇസ്ലാമിക് ടെററിസമാണെന്നുള്ളത് കലിമ അറിയാമോ എന്നുള്ള ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം. എന്തിനാണ് നമ്മൾ മറച്ചു വയ്ക്കുന്നത്? ഇത് ഇന്ത്യയിലോ കാശ്മീരിലോ മാത്രമുള്ളതല്ല, ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? എല്ലാ സത്യങ്ങളെയും അനലൈസ് ചെയ്യുന്ന പാർട്ടിയാണല്ലോ, പ്രത്യയശാസ്ത്രപരമായിട്ട് അനലൈസ് ചെയ്യുന്ന പാർട്ടിയാണ്. അല്ല, ആ വീടുകൾ തകർക്കുക എന്നത് സൈനികരുടെയും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അത് തുടർച്ചയായി തന്നെ രണ്ട് ഭീകരവാദികൾ, പിന്നീട് അവർക്ക് പിന്തുണ നൽകിയ ഭീകരവാദികൾ അങ്ങനെ തകർക്കുമ്പോൾ എന്തുകൊണ്ടാണ് CPM നോവുന്നത്? അത് തന്നെയല്ല, ഇത് കേന്ദ്രത്തിൻ്റെയോ പട്ടാളത്തിൻ്റെയോ തീരുമാനമല്ലേ. തീരുമാനം എടുത്തതാരാ? തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണിത് തീരുമാനമെടുത്തത്. ഒമർ അബ്ദുള്ള കാണിച്ച ദേശസ്നേഹം, അത്രയെങ്കിലും ദേശസ്നേഹം വേണ്ടേ? CPM-കാരനായ തരിഗാമി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബന്ധുക്കൾക്ക് വേണ്ടിയാണോ? നിങ്ങൾ ബന്ധുക്കളുടെ വോട്ട് കിട്ടിയാണോ നിങ്ങൾ ജയിച്ചിട്ടുള്ളത് അവിടെ കുൽഗാമിൽ? അതെങ്കിലും അങ്ങനെ പറയൂ. ഭീകരവാദികൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനില്ല. എന്തായാലും അവിടെ ഒമർ അബ്ദുള്ള തിരിച്ചറിയുന്നു താൻ ജയിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന കാശ്മീരികളിൽ നിന്ന്. അവർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ ഈ പൊളിറ്റിക്കൽ ജിഹാദിസത്തിനെതിരാണ്. അവർ മുർദാബാദ് വിളിച്ചത് ഇന്ത്യക്കെതിരല്ല, പാകിസ്ഥാനെതിരാണ്. ഉറച്ച കരങ്ങളോടെ, ഉറച്ച ശബ്ദങ്ങളോടെ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് പർദ്ദയിട്ട സ്ത്രീകൾ വരെ, അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഗവൺമെൻറ്റാണ് മോദിയുടേതെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ അങ്ങേയറ്റം ശ്രമിച്ചിട്ടും അവർ തിരിച്ചറിയുന്നു തങ്ങളോടൊപ്പം നിൽക്കുക ഇന്ത്യയാണെന്നുള്ളത്. നിങ്ങൾ ഓർക്കണം, വിവാദ പ്രസ്താവനകൾ കേരളത്തിലെ MA ബേബി നടത്തിയിട്ടുണ്ട്. സമാനമായ അവർക്ക് നൊന്തു. 370 വകുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നൊന്തു.
ബേബിക്കുള്ള ഉത്തരം കാശ്മീരിലെ സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും കൊടുത്തു കഴിഞ്ഞു. പാകിസ്ഥാൻ മുർദാബാദ്. അവർക്ക് ഈ 370. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട സാറ്, ഇതിൽ ഭാഷാ വ്യത്യാസമില്ല, സംസ്ഥാന വ്യത്യാസമില്ല. ഈ CPM എന്ന ആശയമാണ് ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അല്ലേ? കാരണം കേരളത്തിലെ MA ബേബിക്കും അങ്ങ് കാശ്മീരിലെ തരിഗാമിക്കും ഒരേ ചിന്താഗതിയാണ്. അവൻ്റെയൊക്കെ മനസ്ഥിതിയാണ്, മനോനിലയാണ് നമ്മൾ പറയുന്നത്. ഇതുകൊണ്ട് ഒരു ഫലവുമില്ല. തരി മാത്രമുള്ള ചാമ്പലായി കഴിഞ്ഞൊരു പാർട്ടിയെക്കുറിച്ച് നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? പക്ഷേ അവൻ്റെ മനസ്സിലിരിപ്പ് നമ്മളെയെല്ലാം മതേതരത്വവും മതനിരപേക്ഷതയും ഒക്കെ പഠിപ്പിക്കുന്ന, സോഷ്യലിസവും ഒക്കെ പഠിപ്പിക്കുന്ന പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് ഇതാണ്. ഭീകരവാദിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് ഭീകരവാദികളുടെ പക്ഷമാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തെയാണ്, ജിഹാദിസത്തെയാണ്. ലോകമാഗമനം പിന്തുണയ്ക്കുന്നു. ആ പക്ഷത്താണ് അവർ നിൽക്കുന്നത്. കാറൽ മാക്സ് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് പോലും അവർ നോക്കുന്നില്ല, നിരീക്ഷിക്കുന്നില്ല. ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ ആൾക്കാർ ഇന്ത്യൻ സംസ്കാരത്താൽ കൂടുതൽ സംസ്കാര സമ്പന്നരായി തീർന്നു എന്നാണ് കാൾ മാക്സ് തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. അവരത് മനസ്സിലാക്കുന്നില്ല. ഇതിനെ കാടത്തത്തിലേക്കുള്ള ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്കുള്ള പ്രയാണം നടത്തുന്ന ജിഹാദികളുടെ പക്ഷമാണ് തരിഗാമിയെപ്പോലുള്ള തരികിടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് സത്യം പറഞ്ഞാൽ ഭീകരവാദത്തെക്കാൾ, ഭീകരവാദികളെക്കാൾ. ഇത്തരം ഭീകരവാദികൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നതിലൂടെ ഇവർ ആർക്കാണ് സന്ദേശം നൽകുന്നത്? മോദിയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ സന്ദേശം. മോദിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ പിന്തുണയ്ക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അല്ല, മോദിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും അടക്കമുള്ളവർ വരും പോകും, പക്ഷെ രാജ്യമല്ലേ നിലനിൽക്കേണ്ടത്, അത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതെ, പണ്ട് CS അച്യുതാനന്ദൻ ചോദിച്ചതുപോലെ തന്നെ ചുവരുണ്ടെങ്കിലേ എഴുതാൻ പറ്റൂ. കണ്ണൂരിലെ കലാപത്തെക്കുറിച്ച് പറഞ്ഞതാണ്, തമ്മിൽ തലവെട്ടി ചത്താൽ, പടവെട്ടി ചത്താൽ നിങ്ങൾ പാർട്ടിയിലുണ്ടാവില്ല, എങ്ങും ഉണ്ടാവില്ല. നിങ്ങളുടെ അസ്തിത്വം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പ്രവർത്തകനാകാൻ പറ്റില്ല. അതുകൊണ്ട് ചുവരുണ്ടെങ്കിലേ എഴുതാൻ കഴിയും. ഈ ചുവര്, ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ ചുവര്, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ എഴുതാൻ സ്വാതന്ത്ര്യമുള്ള, പടം വരയ്ക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യയുടെ ചുവരവിടെ നിലനിന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ചുവര് തകർക്കുന്ന വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. ഈ ചുവരിനെ തകർക്കുന്നത് പട്ടാളക്കാരും പോലീസും ചേർന്ന് അവിടെ നടത്തുന്നത് ഈ ഭീകരവാദികളുടെ തറവാടുകൾ തകർക്കുന്ന കൃത്യത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതെന്തിനാ? കാശ്മീരിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കർമ്മമാണ്. ആ കർമ്മത്തെ എതിർക്കുന്നവർ ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ ക്യാൻവാസിനെ തകർക്കുക എന്നുള്ള കൃത്യമാണ്. അത് തികച്ചും അപലപനീയവും ദേശവിരുദ്ധവുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെഹ്റുവിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള വാക്യങ്ങൾ പറഞ്ഞ, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്ന ആൾക്കാരെ, അതായത് കൽക്കട്ട തീസിസിന് ശേഷം വിപ്ലവം വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചു ജയിലിലിട്ടു. മോദി നിങ്ങളെ പിടിച്ച് ജയിലിലിടില്ല, പക്ഷേ നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ കുൽഗാമിൽ ഈ തരിഗാമി, മുഹമ്മദ് യൂസുഫ് തരിഗാമി MLA ആയിട്ടുണ്ടാവില്ല. കാശ്മീരിലെ ജനങ്ങൾ നിങ്ങൾക്കുള്ള മറുപടി നൽകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.